ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. പലരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കാത്തതിനാൽ തന്നെ അവരുടെ ചാനലെല്ലാം പ്രശ്നമാകാറുണ്ട്. അതിനാൽ തന്നെ ഇത്തരത്തിൽ ഒരു പ്രശ്നമെല്ലാം വരാതിരിക്കാൻ നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണിത്. ഇപ്പോൾ പലരും കരുതുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ ചാനൽ ഇത് 4000 മണിക്കൂർ വാച്ച് അവർ എല്ലാം ലഭിച്ചു, 1000 സബ്സ്ക്രൈബേഴ്സ് എല്ലാം ലഭിച്ചു, അതിനുശേഷം ചാനൽ മോണിറ്റൈസ്ഡ് ആയി, എന്നാൽ ഇതോടെ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു, അല്ലെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് മോണിറ്റൈസേഷൻ ലഭിച്ചാൽ പിന്നീട് നമുക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പലരും കരുതുന്നുണ്ട്. അതായത് ഇവിടെ ഇപ്പോൾ ഒരു ചാനൽ ഇതിൻ്റെ ഈ ഒരു മോണിറ്റൈസേഷൻ ഇവിടെ ഇപ്പോൾ ഇത് ഡിസേബിൾ ആയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഈ ഒരു ചാനലിൻ്റെ മോണിറ്റൈസേഷൻ ഡിസേബിൾ ആയിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, വി നോട്ടീസ്ഡ് യു ഹാവ് ഇൻ പോസ്റ്റഡ് എനി കണ്ടന്റ് ടു യുവർ യൂട്യൂബ് ചാനൽ സെവറൽ മന്ത്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് യൂട്യൂബ് നോട്ടീസ് ചെയ്തത്, അതായത് നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ അധികം വീഡിയോസ് ഒന്നും കുറച്ച് മാസങ്ങളായി അപ്ലോഡ് ചെയ്യുന്നില്ല എന്നതാണ്. അതിനുശേഷം ഇവിടെ നൽകിയിരിക്കുന്നത്, നമുക്ക് ഈ യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാം എന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. വി നോ മോണിറ്റൈസേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ടു യു ആസ് എ ക്രിയേറ്റർ. So we want you to let you know that unless you meet the YPP eligibility threshold in the next 30 days, we will disable monetization on your channel എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു മെസ്സേജ് എല്ലാം തന്നതിന് ശേഷം ഇതിനുശേഷം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇനി ഇവിടെ അടുത്ത 30 ദിവസത്തിനുള്ളിൽ YPP എലിജിബിലിറ്റി ത്രഷോൾഡ് ഒന്നും നിങ്ങൾ മീറ്റ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങളുടെ മോണിറ്റൈസേഷൻ ഡിസേബിൾ ചെയ്യുമെന്നാണ്. അതായത് ഈ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ ഡിസേബിൾ ആകും. ഇവർക്ക് കുറച്ച് കാരണങ്ങൾ കൊണ്ട് കുറച്ച് മാസങ്ങൾ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല. അതിനാൽ തന്നെ അവരുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ എല്ലാം ഇപ്പോൾ ഡിസേബിൾ ആകാൻ പോവുകയാണ്. ഇത്തരത്തിൽ നിങ്ങളും ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണിത്. അതായത് നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി എന്നതിന് ശേഷം പലരും ഇത്തരത്തിൽ കണ്ടിന്യൂ ആയി അല്ലെങ്കിൽ നല്ല രീതിയിൽ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാതിരിക്കും. ഇങ്ങനെ നിങ്ങൾ കറക്റ്റായി വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങളുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ എല്ലാം ഡിസേബിൾ ആകാൻ ഇത് കാരണമാകും. അതിനാൽ തന്നെ ഇത്തരത്തിൽ നിങ്ങളുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ ഡിസേബിൾ ആവുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഇത് റീ അപ്ലൈ ചെയ്ത് തിരിച്ചെടുക്കാമെങ്കിലും ഇതുപോലെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് ഇത്തരത്തിൽ റീ അപ്ലൈ എല്ലാം ചെയ്യാൻ സാധിക്കുക. അതായത് നിങ്ങൾ ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയ 4000 വാച്ച് അവർ, അതുപോലെ 1000 സബ്സ്ക്രൈബേഴ്സ്, അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോർട്സ് എല്ലാം ആണെങ്കിൽ ഷോർട്സിൻ്റെ ക്രൈറ്റീരിയ എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ എല്ലാം തിരിച്ചു ലഭിക്കുക. അതിനാൽ തന്നെ ഈ ഒരു കാര്യം എല്ലാ ക്രിയേറ്റേഴ്സും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയി തന്നെ എടുക്കുക. അതായത് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആയതിനു ശേഷവും നിങ്ങൾ കറക്റ്റായി നല്ല വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലാതെ നിങ്ങളുടെ ചാനലിൽ ആക്റ്റീവ് അല്ല എങ്കിൽ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ എല്ലാം നഷ്ടപ്പെടുകയും അതുവരെ നിങ്ങളുടെ ചാനലിലേക്കുള്ള റവന്യൂ, അതായത് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ വന്നിരിക്കുന്ന ഈ റവന്യൂ വരെ നിങ്ങൾക്ക് നഷ്ടമാവുകയും ചെയ്യും. അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾ ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങളുടെ ചാനലിൽ ചെയ്യാതിരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്